എല്ലാരോടും ഇങ്ങനെ തുറന്ന് ഓപ്പണായി സംസാരിച്ചുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഈ ഉള്ളിലൊരു സംസാരം പുറത്തൊരു സംസാരം ഇല്ല. അത് ആരോടായാലും അത് പറയാൻ പറയും. കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ജീവിതം വേറെ, നിങ്ങൾ പറയണത് വേറെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ, സുഖമായിട്ടിരിക്കുന്നു? അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വീഡിയോക്ക് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു അല്ലേ? പിന്നെ അതും പറയണം. അതെ. പിന്നെന്താ ഇന്ന് വീഡിയോ എന്താ വെച്ചാല് ഇയാൾക്ക് സുഖമില്ല, ഭയങ്കര നല്ല പനിയാണ്. ചെവിമ ഇവിടെ ഒരു കുരു ഉണ്ടായിക്കണല്ലേ? അതെ, ഇവിടെ നന്നായിട്ട് വീങ്ങി. ലാസ്റ്റ് നമ്മളെ കുറുകത്താണ് ഹൈറോണീസ ഡോക്ടറെ അടുത്ത് പോയി വന്നതാണ്. അപ്പൊ പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പകലൊക്കെ ഫുൾ കെടുത്തുന്നതിന് ഷോർട്സ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുള്ള് കെടുത്തുന്നതിന് ഫുൾ പനി. അടുത്തൊന്നും പനി ഇങ്ങനെ ഇങ്ങനെ പനിച്ചിട്ടില്ല. പനി ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത കാലത്തൊന്നും പനിച്ചിട്ടില്ല. കുറേ പനി വന്നിട്ട്. അപ്പൊ ഏതായാലും പനി പിടിച്ച്. പിന്നെ ഇന്നലെ നിങ്ങള് താത്താർക്ക് പോയ വീഡിയോയില് മോനുവിനെ കാണാൻ പോയ വീഡിയോയില് ഒരുപാട് ആൾക്കാര് ബാഡ് കമന്റ് വരും. എന്നാലും ചില കമന്റുകൾക്കുള്ള മറുപടിയാണ് അല്ലേ? അതെ, ഇത് മെയിൻ ആയിട്ട് കൂടുതൽ അതന്നെയാണ്. അമ്മാനെ മുന്നിലെത്തിയില്ല, അമ്മാനെ മുന്നിലെത്തിയില്ല, അമ്മാനെ മുന്നിലെത്തിയില്ല. ചെമ്മാക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇഷ്ടല്ല. ഇമ്മ ആദ്യം പോയി ബാക്ക് പോയി കേറിയിരിക്കും. ഞാന് ബാക്ക് കയറുമ്പോ ആദ്യം വണ്ടി പോയി കയറും മുന്നിൽ ബാക്കില്. ഇജ്ജ അവിടെ പോയിരുന്നോ? എനിക്ക് ആ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പറ്റൂല. പിന്നെ പറയും ആ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇജ്ജ അവിടെ ഇരിക്കണം എന്നാലേ പറ്റുള്ളൂ. മറ്റേ ഇമ്മ മുന്നിലിരുന്ന വീഡിയോ എടുക്കാൻ പറ്റൂല. അത് ഇമ്മന്നെ പറഞ്ഞു കാണും എന്തെങ്കിലും ബാക്ക് കയറും. അല്ലാതെ അമ്മാനെ ഒരിക്കലും ബാക്ക് ഞാൻ ആക്കലില്ല. ഞാൻ പറയും ഇമ്മ നിങ്ങള് മുന്നിലിരുന്നോളി. ഉമ്മ കേൾക്കൂല. ലാസ്റ്റ് ചെയ്ത വീഡിയോയില് വരെ ഇവള് മെനക്കെട്ട് തിരക്കി കയറാൻ നോക്കി ബാക്കില്. പക്ഷെ ആള് പറ്റൂല. ഞാൻ ഇത്രയും മുന്നത്തെ ഞാൻ വാതിലടിച്ചാണ്ട് ഇറങ്ങിപ്പോക്കിന് ഉമ്മ കയറില്ലേ. എന്താ കാട്ടാ, നമുക്ക് പിടിച്ചു കാണ്ട് തള്ളി കയറ്റാൻ പറ്റൂലല്ലോ. എല്ലാരും പറഞ്ഞ പോലെ ഉമ്മാനെ പിടിച്ചു കാണു കൊണ്ടേ ഇരുത്താൻ പറ്റും. കുഞ്ഞു കുട്ടി ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ ഇരുത്താൻ പറ്റൂലല്ലോ. ഉമ്മാക്കൊരു വിഷമാവൂല. ഉമ്മ എന്താണ് ഉമ്മക്ക് സീറ്റ് ബെൽറ്റ് ഇങ്ങനെ അടങ്ങാറാണ്. ഉമ്മക്ക് നാട് കൊണ്ടും അനങ്ങാനും എന്തെങ്കിലും എനിക്ക് തന്നെ ഈറാണ്. പിന്നെ നമ്മള് ഇരിക്കണ്ട വെച്ചിട്ട് ഇരിക്കാണ്. അപ്പൊ അതൊക്കെയാണ്. അല്ലാതെ ഇമ്മാനെ ഒരിക്കലും അങ്ങനെ ഒഴിവാക്കൂല. അതെ, ഒരുപാട് ആൾക്കാർ ഇട്ടിക്കണേ മോശമായി പോയി ഇമ്മാനെ ബാക്കിൽ നിർത്തിയത്. അത് ആളായതിനെ പോയി ഇരിക്കോടെ, ആനെ നോക്കിയിരിക്കും. ഇപ്പോൾ കയറുമ്പോൾ ബാക്ക് പോയി കയറും. എല്ലാരും മുന്നിൽ കയറാനാ മത്സരിക്കല്, ബാക്ക് കയറാൻ മത്സരിക്കും. അതെ. അപ്പൊ അങ്ങനെ പറയല്ലേ ദയവ് ചെയ്ത്. എന്താ വെച്ചാല് നമ്മള് ഈ വീഡിയോയില് കാണുന്ന ഈ 8 മിനിറ്റ് അല്ല ജീവിതം. എന്താണ് ബാ വന്നിരിക്ക് എന്നാ കുളിച്ചോ പോയിക്കാണ്ട്. പിന്നെ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നതല്ല ജീവിതം. ഈ വീഡിയോയിൽ ഞങ്ങൾ കുറച്ചു നേരം കാണുന്നുള്ളൂ. ഞങ്ങളെ റിയൽ ജീവിതം എല്ലാം ഒന്ന് തന്നെയാണ്, ഇതും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഫുള്ള് നിങ്ങൾ അറിയണില്ല എന്താണ് എന്നുള്ളത്. ഞങ്ങൾ എല്ലാ വിശേഷം പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് പോയിട്ടുള്ളൂ. ഇമ്മ പറഞ്ഞ എല്ലാം ഇടപെടും. പിന്നെ നമുക്ക് വീഡിയോക്കൊക്കെ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ സപ്പോർട്ടാണ്. ഒരു കുഴപ്പമില്ല. എങ്ങനെങ്കിലും നല്ലത് കറ്റാൻ ചിന്തിക്കുന്ന ആളാണ്. എന്താ വെച്ചാല് വാർദ്ധക്യത്തിന്റെ ചെറിയ പ്രശ്നം. അല്ലാതെ വെച്ചാല് വേറെ കുഴപ്പമൊന്നുമില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ പൊതുവെ ഇപ്പൊ ഈ പകർച്ചപ്പനി കൂടുതലായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അങ്ങനെ ചെന്നപ്പോ അവിടെ നിറച്ച ആളാണ്. അവിടെ കേറാൻ കഴിയൂല. ആ അവസ്ഥ നോക്കുമ്പോ എല്ലാം പനി തന്നെയാണ്. അപ്പൊ പിന്നെ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. കുറെ മുമ്പ് ഉമ്മാന്റെ ഒക്കെ കണ്ടു പഠിച്ചു തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ കോഴിത്തൂകലൊക്കെ ഇട്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് ആള് പറഞ്ഞിട്ടുള്ളൂ നല്ല ചീത്ത തന്നെയാണ് നോക്കിക്കോണ്ട് ഇങ്ങക്ക് പണി കിട്ടുന്നു പറഞ്ഞതാണ്. കിട്ടി. അതെ, പറഞ്ഞ കിട്ടിയല്ലട്ടാ. പൊതുവെ ചെയ്യാൻ പാടില്ല. മുമ്പ് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ട് പിന്നെ ഡോക്ടർ കുറെ ചീത്ത പൊന്നു എന്ത് ചെയ്യുന്നറിയോ, ഏതേ നടക്കണ ഒരു തുവലിട്ട് ഇപ്പൊ ഒരു തുവലിട്ടി എറിയാണ് കൊടുന്നെടുത്ത് ഉപ്പാക്ക് പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാ ആ വീക്കെൻഡ്സ് ഉള്ള ആൾക്കാരെ ഒഴിവായിക്കളിട്ടാ. കാരണം ഞാൻ ഇനി മുതൽ ഏതായാലും തീരുമാനത്തിൽ എത്തിക്കണം. ഒന്ന് നമ്മള് തീരുമാനം എടുത്തതാണ്. വേദന സഹിക്കേണ്ട ഒന്ന്. അതിലുപരി നമ്മളെ ചവിടാണ് വലിയ വിഷയമാണത്. പിന്നെ ഒരു സംഖ്യ പൈസ പോവും. ടോട്ടലി നോക്കുമ്പോ നഷ്ടം തന്നെയാണ്. അപ്പൊ ആ വീക്കെൻഡ്സ് ഉള്ള ഒരു പരമാവധി പോവാ. എന്താ വെച്ചാല് കൊറേ ദിവസമായിട്ട് പണി ഇല്ലാതിരിക്കണ വീട്ടില്. ഈ വീട്ടില് കിടക്കുക, ഒന്നുകിൽ ടി വി ആണ്, അല്ലെങ്കിൽ നിസ്കരിച്ചാ ഭക്ഷണം കഴിക്കുക, കിടക്കുക, ഇതന്നെ പണി. അല്ലെങ്കിൽ ന്യൂസ് ആണ്. ഇപ്പൊ കൊറേ ദിവസമായിട്ട് യുദ്ധത്തിന്റെ എഴുത്താലേന്ന് ഫുള്ള് യുദ്ധത്തിന്റെ ന്യൂസ് കാണേന്ന്. അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ
അവിടെ കൊലയുമ്പോ ഉണ്ടാവും വല്ല പുറത്തുണ്ടാവും അങ്ങനെ പണിയില്ലല്ലോ. പണി ടോട്ടലി എല്ലാവർക്കും കുറവാണ് ശരിക്കും. ഇപ്പൊ നമ്മുടെ പണി എന്ന് വെച്ചാല് നമ്മുടെ എന്താണ് മേശന്മാർക്ക് അതായത് പടവേർക്കൊക്കെ പണി ഉണ്ടായാലേ അതുപോലെ തേപ്പേർക്ക് പണി ഉണ്ടായാലേ ഞങ്ങൾക്ക് പണി ഉണ്ടാവുള്ളൂ. വീട് പണി നടന്നാലേ ഉള്ളൂ. ഇപ്പൊ അപൂർവം വീട് പണികളൊക്കെ നടക്കുന്നുള്ളൂ. അത്രയും അത്യാവശ്യമുള്ള ഒരു വീട് കയറ്റുന്നുള്ളൂ. ബിൽഡിങ്ങിന്റെ വർക്കുകളൊന്നും നടക്കണില്ല. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമ്മുടെ ടാക്സ് പ്രശ്നങ്ങൾ, അത് ഇത് നാട്ടിലെ പ്രതിസന്ധി, അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ തുടക്കം. ഏതായാലും അപ്പൊ അങ്ങനെ കൂടി ആയിട്ട് ടോട്ടലി പൊതുവെ ഇപ്പൊ നമുക്ക് ലൈവ് ചെയ്യാനൊന്നും മോന് പോയിന്റെ ശേഷം അതെ ടോട്ടലി മൂഡ് പോയിക്കണ്. മോനെ മെയിൻ മോനെ വീഡിയോ എടുക്കാൻ അമ്മ വരുമ്പോ ഞാൻ റെഡിയാണ്. ഷോർട്സ് എടുക്കാനൊക്കെ ഓനെ മുന്നിൽ ഇറങ്ങും. വീട് ഉറങ്ങിക്കഴിഞ്ഞു. എല്ലാരും ആള് നിങ്ങളോട് പറയാൻ കഴിയൂല. എന്തിനും ഞാൻ റെഡി എന്ന് ഇറങ്ങിയണ്ടല്ലോ. ഞങ്ങള് വീണ്ടും പറയില്ല. ഞങ്ങൾക്ക് പറഞ്ഞു ലാസ്റ്റ് വണ്ടി കണ്ട് എത്തുകയാണ്. അല്ലാതെ ഞങ്ങള് വീണ്ടും വീഡിയോയില് പറയില്ലട്ടാ. നമുക്ക് ഓരോത് വരുമ്പോ അതിന്റെ വല്ലാതെ മിസ്സിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ വീഡിയോന്റെ മെയിൻ ഓനായിരുന്നു. ഷോർട്സിന്റെ ഒക്കെ വീഡിയോയിൽ വന്ന് പാട്ട് പാടാനും ഇല്ലേനും ഓനെ ഭയങ്കര ഉഷാറായിരുന്നു. ആളിങ്ങനെ ലൈവൊക്കെ നടക്കുമ്പോൾ അവിടെ പോയി കണ്ണാടിയിലൊക്കെ നോക്കി മുടിയൊക്കെ സെറ്റപ്പ് ആക്കി ഡ്രസ്സൊക്കെ വന്ന് ഇതാക്കി ഒരു വെള്ളത്തുണിന്റെ മേലൊക്കെ പൊതിച്ച് കുതിരലിച്ചുകൊണ്ടാണ് വെള്ളത്തുണി പൊതിച്ചിട്ടുണ്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ പറയും ലൈവിന് തുടങ്ങി അപ്പൊ തുടങ്ങും തുണി എടുക്കലെന്ന് പറയും. അപ്പൊ ടോട്ടൽ എന്താന്ന് വെച്ചാല് ഒരു വീഡിയോ എടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നിനൊരു മൂടില്ല. എല്ലാരും കമന്റിൽ വന്ന് ചോദിക്കും എന്താ ലൈവ് ചെയ്യാത്ത. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു എന്താ ലൈവ് ചെയ്യാത്ത. പക്ഷെ അപ്പോഴൊക്കെ ഓരോട് പറയും ഞങ്ങള് നാളെ ചെയ്യൂട്ടാ, ഇന്ന് ചെയ്യൂട്ടാ അല്ലേ. നമ്മൾ ശരിക്കും ചെയ്യല്ലേ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അല്ലേ. ഞങ്ങള് വരണ്ടേ ലൈവില് വരണ്ടേ. അപ്പൊ ഇന്ന് പകല് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ രാത്രി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളായിട്ടൊരു സംസാരങ്ങൾ വേണല്ലോ. ഒന്നും ഇല്ലാഞ്ഞാൽ പറ്റുമല്ലോ. അപ്പൊ നമ്മള് കാരണം നിങ്ങളെ ആ കമന്റുകളായിക്കോട്ടെ, നിങ്ങളെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ താത്താടക്ക് കൊറേ ദിവസമായി ഞങ്ങൾ പോയിട്ട് പിന്നെ ഉമ്മാക്ക് പൊറുതേടെ ഉമ്മ പറഞ്ഞ നമ്മളൊന്ന് താത്താടെ പോയി വരികയായിരുന്നപ്പോള് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അങ്ങനെ പോയി എന്ന് വെച്ചാൽ അവിടുന്ന് കണ്ടില്ല നിങ്ങൾ വീഡിയോയില് പെട്ടെന്നൊന്നും ആദ്യത്തെ പോയാൽ പെരാൻ കഴിയൂല. ആളങ്ങനെ പെട്ടെന്ന് ഇപ്പൊ നമ്മള് നേരം വീ പോയതുകൊണ്ടാണ്. നേരത്തെ പോയിക്കണ ഇപ്പൊ അവിടെ ചോറൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് തന്നെ ചോറ് ഇന്നല്ലേ അത്യാവശ്യം കുറച്ച് നേരത്തെ ചെന്നുകണെങ്കില് കുട്ടിമോനെ ഇറച്ചിക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടമായതുകൊണ്ടാണ് സ്കൂട്ടി ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വിടൂലേ വിടില്ല. ആ ചോറിന്നിട്ടേ പോകാൻ പാടുള്ളൂ. പറ്റൂല എന്നാണ് പറയും. അളയെ ഇവിടെ ഉള്ളപ്പോഴും ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ല, പോകാൻ പറ്റിയില്ല. ഓരോ സാഹചര്യം കാരണം അതിൽ ഭയങ്കര വിഷമമുണ്ട്. ഏതായാലും പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങളെ കാര്യങ്ങൾ ഇട്ടാ ഞങ്ങള് എന്താ പറയാ ഞങ്ങള് അല്ലേ ഓരോരുത്തര് കമന്റ് ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് ആൾക്കാര് ബാഡ് കമന്റ് കാണുമ്പോ ഭയങ്കര വിഷമം. കാരണം ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കല് പോലും ഇല്ല. എനിക്ക് അഹങ്കാരാണ്. ഞാൻ ഭർത്താവിനെ ഭരിക്കാണ്. ഞാൻ ഒരിക്കലും എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, എന്റെ സംസാരം എങ്ങനെയാണ്. എന്റെ ഭർത്താവിനെ ഭരിക്കല്ല. എന്റെ പെരിയിലെ രാജാവ് ഇതാണ്. എന്നിട്ടുള്ളൂ ഞാന് എന്റെ ഇതിനെപ്പോഴും ഞാൻ രാജാവാക്കി വെക്കണതാണ്. ഒരിക്കലും ഞാൻ ഭരിക്കുന്നു. പിന്നെ ഒരു ഭാര്യയും ഭർത്താവുമ്പോ അത് സംസാരിക്കുമ്പോ തോന്നലാണ്. എന്റെ സംസാരം ഇങ്ങനെയാണ്. അത് എല്ലാരോടും അങ്ങനെയാണ്. പോലും കടിച്ചൂലേ കടിച്ചൊക്കെ ചെയ്യും. കടിച്ചിട്ടോടത്ത് കടിച്ചു അങ്ങനെയല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ തുറന്ന് ഓപ്പണായി സംസാരിച്ചുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഉള്ളിലൊരു സംസാരം പുറത്തൊരു സംസാരം ഇല്ല. അത് ആരോടായാലും അത് പറയാനുള്ള പറയും. അതെ അങ്ങനെ ഞാൻ ചില ഒറ്റ പൊത്തലിങ്ങാണ്ട് പൊത്തലാണ്. പിന്നെ പറയാതിരിക്കൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഉണ്ടാവും തെറ്റിന നേരത്താണ് ഞാൻ ഒന്നും ഉണ്ടൂല, ഉള്ളു തുറന്നൊന്നും പറയില്ല. അപ്പൊ അത്ര ആ സമയം മാത്രമേ ഞാൻ പറയാതിരിക്കുള്ളൂ. അല്ലാത്ത ടൈമൊക്കെ ഞാൻ ഓപ്പൺ ആണ്. ഇതിന്റെ അടുത്ത് മാത്രമേ എല്ലാവിധ കുരുത്തക്കൂടുള്ളൂ. കുറുമ്പായിക്കോട്ടെ വാശി ആയിക്കോട്ടെ എല്ലാം ഇതിന്റെ അടുത്തുള്ളൂ. ഇതിന്റെ അതേപോലെ എന്റെ അടുത്തുള്ളൂ കേട്ടാ, പുറത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം. അല്ലാതെ ഞങ്ങൾ ഭർത്താവിനെ ഭരിക്കുക അതൊക്കെ കുറെ കമന്റ് ഇട്ടിട്ടുണ്ട്. കുറെ പുറകിലിരുത്തുക അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യൂല. പിന്നെ ഏറ്റവും ഉമ്മാനെ സ്നേഹിക്കുന്ന 2 മക്കളാണ് കുഞ്ഞിപ്പിയും ഭാവിയും എന്ന് പറഞ്ഞാല്. ഉമ്മാനെ അമ്മ പോലെ അങ്ങനെ നോക്കിണ്ടാക്കിയ ഉമ്മയാണ്. ഉമ്മാനെങ്ങനെ പോലെ അങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. ഒരു ഇപ്പല്ലാത്ത കുട്ടികളെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്ന ആ ഇമ്മാന്റെ കഴിവാണ്. ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നു. എനിക്ക് 3 വയസ്സ്, അനിയൻ കുഞ്ഞിപ്പാക്ക് 1.5 വയസ്സ്. അവിടുന്ന് ഇതുവരെ ആക്കി. അതുവരെ എന്താ വെച്ചാല് ഒരു അന്യ നാട്ടിൽ വന്നിട്ട് എന്താ വെച്ചാ ഉമ്മാന്റെ നാടല്ല ഇപ്പാന്റെ നാടല്ല, രണ്ടാളി നാടല്ലാതെ വേറെ നാട്ടിൽ വന്നിട്ട് ഇമ്മ ആ മക്കളെ എല്ലാ രീതിയിലും തരണം ചെയ്ത് മക്കളെ വളർത്തിണ്ടാക്കിയ ഇമ്മാനെ ഈ മക്കൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. എന്താ വെച്ചാല് ഇമ്മാനെ ഏത് നേരം ഒരു മുട്ടായിട്ട് ഒരു കഷ്ണം വന്നാ കൊടുന്നാ പോലും
അവിടെ ആ ചേറ്റിയമ്പടി വരുന്ന ഉമ്മ അറിവിന്ദിലാവ് കാണുന്ന അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുള്ളൂ മോനെ. ഇനിയിപ്പോ ഞാനായാലും ഇങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ ഞാൻ എടുത്ത് കൊണ്ടേ കൊടുക്കും. ഇനി കടല കൊണ്ടുവരണെങ്കിലും മുട്ടായി കൊണ്ടു. ഇന്നിപ്പോ നമുക്ക് അയൽവാസിന്റെ മുട്ടായി ഇടുന്നതിന് അപ്പോഴും ഞാൻ അമ്മക്ക് മുട്ടായി കൊടുത്തേ. കടലക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ പഴം. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൂടുതൽ കൊണ്ടുവരാം. അപ്പൊ മോനെ പറഞ്ഞാ അങ്ങനെയാണ്. ഇപ്പൊ കുഞ്ഞിപ്പായാലും കുഞ്ഞിപ്പ എങ്ങനെ പൊന്നോലെ നോക്കുന്നുണ്ട്. ഇവിടെ അല്ല അമ്മ അവിടെയാണ് നിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കണേക്കാട്ടിയും സൂപ്പറായിട്ട് കുഞ്ഞിപ്പ നോക്കുന്നുണ്ട്. എങ്ങനെ പണി നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ 2 മക്കളാണ്. അതിന് 2 മക്കളായിട്ടില്ല, ഈ 5 അങ്ങനെ തന്നെ. പെങ്ങന്മാരും എല്ലാരും അങ്ങനെയാണ്. ഉമ്മാനെ പൊന്നോലെ നോക്കും. മരക്കളൊക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ മരക്കള് നോക്കാതിരുന്നില്ല. പക്ഷെ മരക്കളെടുത്ത് കൂടുതൽ മക്കളോടൊക്കെ പോയി നിക്കും. ഇവിടെ പിന്നെ എപ്പോഴും നോക്കൂല, കുഞ്ഞുമോടെ അടുത്താണ് ഫുള്ള്. പകലൊക്കെ അവിടുത്തെ ആയിരുന്നൊക്കെ ഇവിടെ ഒക്കെ ഇവിടെ ആളുകളൊക്കെ കാണ്ടു വരും. അതിന് പണിയല്ല. അല്ല പോൽക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മളെ മൈക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. പണി എടുക്കാനില്ല, പെരീത്തെ പണി കഴിച്ചാലില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും ബുദ്ധിമുട്ടി പ്രാരാബ്ദം കടം കാര്യങ്ങൾ ഓൽക്ക് ഇങ്ങനെ കുട്ടി എന്താടാ പണി, കുട്ടികളെ തിരക്കുണ്ടാക്കണത് തീർക്കുക, അങ്ങനത്തെ ഒക്കെ പണിയാണ് ഉമ്മാക്ക്. അല്ലാതെ ഞങ്ങള് 7 ആളും ഉമ്മാനൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കലില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതങ്ങള്. നിങ്ങള് കമന്റ് ഇട്ടൊരു കാര്യമില്ല. ഞങ്ങളെ ജീവിതം വേറെ, നിങ്ങൾ പറഞ്ഞത് വേറെ. അതാണ് കാര്യം അറിയാതെ തെറ്റിദ്ധരിച്ച് സംസാരിക്കരുത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ആള് വണ്ടി നമ്മൾ മുമ്പൊക്കെ നീക്കിട്ട ആള് വേഗം പോയി അവിടെ കയറിയിരിക്കും. ഇങ്ങോട്ട് ഇരുന്നോളി പറഞ്ഞാൽ എനിക്ക് ആ കാറെ കൂടി മേത്തട്ടി കണ്ടിരിക്കാൻ വെച്ചാ. പിന്നെ എന്താണ് ഒരാളുണ്ട്, എന്താണ് പെണ്ണുങ്ങളെ വീഡിയോയില് കാണിച്ചിട്ട് ജീവിക്കാണ്, അത് ഹറാമാണ്. അങ്ങനെ ഈ പെണ്ണിനെ വന്ന് കാണാം, അതിന് ഹറാമില്ല. ആളിത് കാണാനാണ് വരുന്നത്. ഈ ആള് ഇത് കണ്ട് ദിവസം ഇടക്കിടക്ക് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇന്ന ആള് കാണുന്നില്ലേ, അതിന് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതില് വരാൻ പാടില്ല. ആള് മെനക്കെട്ട് വരികയാണ് ഉണ്ടാ നോക്കാനേ. അതാണ് അപ്പൊ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആള് ഇടക്കിടക്ക് സ്ഥിരം കമന്റ് ഇടുന്ന അവർക്കൊക്കെ മറിച്ച് മുഖം മുൻകൈ വെച്ച് ബാക്കിയെല്ലാം മറിച്ച് നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മള് വീഡിയോ ചെയ്യല്. പിന്നെ ഞാന് മേക്കപ്പ് സാധനം എന്താന്ന് അതിന്റെ പേര് പോലും എനിക്കറിയില്ല. കൺമഷിന്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാത്ത മേക്കപ്പ് സാധനം ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നും ഇടലും ഇല്ല, ഒന്നും ഉപയോഗിക്കില്ല. എനിക്കത് ഇഷ്ടമില്ല. ഇടണോലെ തന്നെ എനിക്ക് കീറാണ്. അത് ഇട്ട് നടക്കണേ ഒന്ന് എന്റെ അനിയത്തികളൊക്കെ ഉപയോഗിക്കും. അവരോട് പോലും ഞാൻ പറിച്ചിട്ടുണ്ട്. ഇത് ഇട്ടാ നിങ്ങളെ ഭംഗി പോയിട്ടാന്ന് പറിച്ചിട്ടുണ്ട്. ഇട്ടാ നമ്മള് ഒറിജിനൽ ഭംഗിയാണ് പോവും. ഓരോരുത്തരിങ്ങനെ അയക്കണ്ട് എന്താ വെച്ചാ നയിച്ചൊന്നൂടെ ശരിക്കും നയിച്ചാണ് തിന്നണേ. ഇതുകൊണ്ടൊന്നും ഒരിക്കലും തിന്നാൻ പറ്റൂല. ഒരുപാട് നല്ല കൈക്കോട്ടുള്ള പണി വരെ എടുക്കലുണ്ട്. യൂട്യൂബ് കൊണ്ടുള്ള ലാഭം എന്താന്ന് വെച്ചാല് ഒരുപാട് നമ്മക്ക് ഒരുപാട് ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. നമ്മള് വേഡ് കമന്റ് പറയുമ്പോ അതും കൂടി പറയണല്ലോ. ഒരുപാട് നമ്മളെ സ്നേഹിക്കണ ആൾക്കാരുണ്ട്. 90 നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. 10% കുറ്റം പറഞ്ഞ അവരോട് പറഞ്ഞോട്ടെ, അത് സാറില്ല. അപ്പൊ നമുക്ക് ഓരോ ഭാഗത്തും ഒരുപാട് നമ്മള് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ഇപ്പൊ പോയിട്ട് പോലും നമ്മുടെ നാട്ടിലാണ്ട് കാര്യമില്ല. ഞാൻ അധികം പുറത്തേക്ക് ഇറങ്ങലില്ല, മടിയാണ്. 2-3 പാട്ട് കയറാണ്ടായിട്ടും അറ്റിങ്ങളൊക്കെ എന്നോട് പറയാൻ കയറിക്കോളിന്ന്. പക്ഷെ ഞാൻ കൂടുതലും പുറത്ത് ഇന്നെ അങ്ങനെ ഒരാൾ തിരിച്ചറിഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. ബാ പറയും എനിക്ക് ഞാൻ തന്നെ ഒന്നുമില്ലാതെ വളർന്ന ആളാണ്, എനിക്ക് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞ. എനിക്ക് അതുകൊണ്ടൊന്നുമില്ല, എനിക്ക് എന്തൊക്കെയാ മടിയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതോ യൂട്യൂബിൽ പറയുമ്പോൾ ഞാൻ എളുപ്പം ഒളിക്കോടുന്നു. അത് തീർച്ചയായിട്ടും ഓൾ അങ്ങനെയാണ്. ഇങ്ങനെ ആക്കിക്കും. ഇങ്ങനെ എനിക്ക് ഒരാൾ നമ്മളെ തിരിച്ചറിയാ, ഒരാൾ നമ്മളോട് കൈയെന്തെങ്ങാണ്ട് സ്നേഹം പങ്കിടുക, അതുപോലെ ഒരു അംഗീകാരങ്ങള്. കാരണം ഒന്നുമില്ലാതെ ജീവിച്ച ആള്, വട്ടപൂജ്യത്തിൽ നിന്ന് ജീവിച്ച ആള്, ഒരു ഡ്രസ്സ് പോലും ഇടാനില്ലാതെ. ഇപ്പൊ ഞാനൊക്കെ ഒരു പാന്റിനെ ആഗ്രഹിച്ചിട്ട് എന്റെ ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്റെ ഉമ്മാനോട് തിരക്കൂടിയിട്ട് നമ്മളെ പാറയിൽ മമ്മൂട്ടിയാജി എന്ന് പറയും, നമ്മളെ എടരിക്കോട് പാലച്ചിറ മോഡൽ, അദ്ദേഹത്തിന്റെ മകന്റെ ഡ്രസ്സ് പോയി കൊടുന്ന് ഫസ്റ്റ് പാന്റ് ഇട്ട ആളാണ്. മനസ്സിലായ? അപ്പോൾ ചുരുക്കി പറഞ്ഞ ഡ്രസ്സും ഭക്ഷണമൊന്നും ഇല്ലാതെ ജീവിച്ച ആൾക്ക് ഒരാളുടെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ. ഭയങ്കര മടിയാണ്. ഒരാള് ഇങ്ങനെ നോക്കിയാൽ അപ്പൊ ഞാൻ ഇങ്ങനെ മറയൽ തുടങ്ങും. എനിക്ക് ഭയങ്കര മടിയാണ്. മറ്റത് മുമ്പൊക്കെന്ന് വെച്ചാല് നമ്മളൊന്നും ഇല്ലാത്ത ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന ആളൊക്കെയാണ്. അപ്പൊ സാറാത്താന്റെ മോന് അത് അഭിമാനമായിട്ടാ സാറാത്തനമ്മന്. കാരണം ഒരു സ്ത്രീയും ചെയ്യാത്ത രീതിയിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളെ വളർത്തിയാണ്. അമ്മോനൊക്കെ വന്നിട്ട് വേറെ കല്യാണത്തിന് ഉമ്മാനെ കെട്ടിക്കാൻ നോക്കി. അതായത് ഉമ്മാക്ക് അന്ന് 35 വയസ്സും മരിക്കും ഉപ്പാക്ക് 40 വയസ്സുള്ള സമയമാണ്. അപ്പൊ ഉമ്മാക്ക് വേറെ കല്യാണം കഴിക്കാൻ വെച്ചാൽ എന്റെ മക്കളെയും എന്റെ ഭർത്താവ് ഈ പള്ളിത്തൊടുകളുള്ളതും വിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോരൂല എന്ന് പറഞ്ഞ ധീര വനിത തന്നെയാണ്. അപ്പോ അതൊരു അഭിമാനം തന്നെയാണ്. അതെ.
ഇപ്പോഴും ആള് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. ആളെ ശരീരേ വയസ്സായിട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും സ്ട്രോങ് ആണ്, ചെറുപ്പാണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ? അതെ, അതെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. സംസാരിക്കാൻ വിചാരിച്ചിക്കാണ്ട് വന്നാണ്. അപ്പൊ കഞ്ഞിണ്ട്, ഞാൻ അവിടെ തീമിട്ടിട്ട് രാത്രിയാണ് വീഡിയോ എടുക്കണത്. അപ്പൊ ഇന്ന് എന്താ പറയാ, ഞാനും കുട്ടിമാനൊക്കെ രാവിലത്തെ പുട്ടുണ്ട്, നല്ല പുട്ടേന്ന്. കഴിക്കണം എന്നുണ്ടായി. ഞാൻ കുറച്ച് ഇവളോട് ചോദിച്ചേ പുട്ടില്ലാന്ന് ചോദിച്ചു. അവള് പറഞ്ഞാൽ കുറ്റം തീർത്തിക്കണായിരുന്നു. എന്താ വെച്ചാൽ ഇവിടെ ആദ്യം എനിക്ക് തന്നപ്പോ എന്റെ വായിൽ ശരിയല്ലേ, പുട്ടും കടലക്കരൊക്കെ ഒഴിച്ച് കൊടുന്നെടുത്ത് തിന്നില്ല. അത് വായിൽ ശരിയല്ലേ, അവിടെ കൊണ്ടുപോയി മൂടിച്ചപ്പോ കുട്ടിമോൻ തിന്നത്, ഞാനും പൊന്നൊക്കെ ഇന്നലെ തിന്നേണ്. ഇപ്പൊ കഞ്ഞിയെങ്കിൽ കഞ്ഞി. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന്. അപ്പൊ അങ്ങനെ വിശപ്പെട്ട്, അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും വേണ്ട. മാങ്ങ ഇന്നലെ കുറച്ച് ലാത്തിയൊക്കെ കിട്ടി അല്ലേ, കുഞ്ഞോടൊക്കെ പോയപ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഏതായാലും ഇനിയും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യും. അഭിപ്രായങ്ങൾ എന്തും കമന്റ് ചെയ്തോളി, കുഴപ്പമില്ല. അതിന്റെ തിരുത്തിക്കാണ് പറഞ്ഞോളൊരു വീഡിയോ ചെയ്യണ്ട് കേട്ടാ. നിങ്ങളാണ് നമ്മുടെ ബലം. എല്ലാ കമന്റും ഇട്ടോളി, കുഴപ്പമില്ല. തിരുത്തി ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും. നിങ്ങള് ചെയ്യുന്ന സപ്പോർട്ട് നമ്മൾ ഇതുവരെ എത്തിയത് ഒരുപാട് സന്തോഷം ഉണ്ടായില്ലേ. സത്യാണ്. അതെ. അപ്പോ ബെല്ലൈക്കൻ അമർത്താത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ ചില ആളുകൾ ഇപ്പൊ ഇന്ന് എന്നോട് ഒരു സ്ഥലത്ത്, ഞാനൊരു കുറെ ആള് കൂടുന്ന സ്ഥലത്ത് പോയി നിന്ന്, അവിടുന്ന് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു, മുസ്തഫ എന്താണ് വീഡിയോ ഇല്ലയെന്ന് ചോദിച്ചു. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോ അവര് കൈ മാറി നെക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതായിട്ടുണ്ടാവും, അതെല്ലാം കൂടി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവില്ല. ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇങ്ങനെ മെസ്സേജ് വരുന്നതായിട്ട് വരും. അപ്പൊ എന്താ ചെയ്യാ, സബ്സ്ക്രൈബ് ബട്ടൺ നെക്കിയിട്ട് ഒരു മണി പോലത്തെ സാധനം അതിന് നെക്കിയാൽ മതി. ഓൾ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അത് നെക്കുക. അപ്പൊ എല്ലാ വീഡിയോസും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, മെസ്സേജ് അയക്കാണ്ട് വരും. ഏതായാലും 2 ദിവസം കൊണ്ട് നമ്മൾ ലൈവും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരണ്ടേ, പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.